നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ എന്നും പറയുന്ന വിഷയങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പുതുമയാർന്ന മറ്റൊരു വിഷയമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ വിഷയം കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഈ കഥ, ഞാനൊരു കഥാകൃത്തായതുകൊണ്ട് നിങ്ങൾ ഓർക്കും ഞാൻ ഇത് ഒരു കെട്ടിച്ചമച്ച കഥ, ഒരു ഫിക്ഷനാണെന്ന് നിങ്ങൾ ഓർക്കും. അല്ല, ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ഈ റിയൽ സ്റ്റോറിയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കഥാപാത്രങ്ങളുടെ പേരുകളല്ല. ഈ പേരുകൾ സാങ്കല്പികമാണ്. പേരുകൾ പറഞ്ഞാൽ അവരെ ഐഡന്റിഫൈ ചെയ്യുകയും ജനങ്ങൾ അവരെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവരുടെ പേരുകൾ മനഃപൂർവ്വമായി പറയുന്നില്ല. അശ്വതി എന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവൾക്ക് ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. അവൾ വലിയ ഒരു നായർ തറവാട്ടിലെ 4 പെൺമക്കളിലെ മൂത്ത മകളായിട്ടാണ് ജനിച്ചത്. ഈ ചൊവ്വാദോഷം കാരണം ഈ പാവം പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കുവാൻ കഴിഞ്ഞില്ല. അവളുടെ അനുജത്തിയായിരുന്നു അംബിക. ഈ അംബികയുടെ വിവാഹം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അശ്വതി വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു മനസ്സുകൊണ്ട്. കാരണം അവളുടെ കല്യാണം നടക്കേണ്ട സ്ഥാനത്താണ് അനുജത്തി അംബികയുടെ കല്യാണം നടക്കുന്നത്. ഈ അശ്വതിയുടെ കണ്ണുനീർ, അവളുടെ സങ്കടം ആരും കണ്ടില്ല. അവൾക്ക് സങ്കടമുണ്ടെന്ന് അവൾ ആരെയും അറിയിച്ചതുമില്ല. ഒടുവിൽ അംബികയുടെ കല്യാണം നടന്നു. അംബികയുടെ കല്യാണ സമയത്ത് അശ്വതി കൂടുതൽ സന്തോഷവതിയായി അഭിനയിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും. അംബികയുടെ കല്യാണം കഴിഞ്ഞ് അവൾ പോയി. പിന്നെ അശ്വതിയും താഴെയുള്ള 2 അനുജത്തിമാരുമായി. അങ്ങനെ ഇരിക്കെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇതാ അനുജത്തി വൃന്ദയുടെ കല്യാണവും നടന്നു. അപ്പോഴും അശ്വതി തേങ്ങിക്കരഞ്ഞു, ആരുമറിയാതെ മുറിക്കുള്ളിൽ തൻ്റെ ഹൃദയം കൊണ്ട്. താൻ ഇങ്ങനെ ഒരു കർമ്മദോഷിയായിപ്പോയല്ലോ, തൻ്റെ ജാതകം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ എൻ്റെ സഹോദരിമാർ വിവാഹം ചെയ്തു പോയപ്പോൾ ഞാനിങ്ങനെ ഒറ്റത്തടിയായി, ഇങ്ങനെ ആർക്കും വേണ്ടാത്തവളായി, കുടുംബത്തിന് ഭാരമായി നിൽക്കുന്നതെന്നോർത്ത് അവൾ വളരെ വിഷമിച്ചു. 2ാമത്തെ അനുജത്തിയുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ 1 മാസം കഴിഞ്ഞപ്പോൾ 1ാമത്തെ അനുജത്തിയായ അംബിക പ്രസവത്തിനായി വീട്ടിൽ വന്നു. ഈ അനുജത്തിയുടെ പ്രസവ ശുശ്രൂഷകളെല്ലാം ചെയ്തത് ഈ അശ്വതിയാണ്. അനുജത്തി പ്രസവശേഷം അവൾ സന്തോഷത്തോടെ പോയി. അവൾ പോയി ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഇതാ വൃന്ദ പ്രസവത്തിനായി വീട്ടിൽ വന്നു. അങ്ങനെ അവളുടെ, ചുരുക്കി പറഞ്ഞാൽ 3 അനുജത്തിമാരുടെയും വിവാഹം നടന്നു. ഈ നല്ല ഒരു നായർ തറവാട്ടിൽ ജനിച്ച ഈ അശ്വതി വളരെ പക്വതയോടെ ജനങ്ങളുടെ മുമ്പിൽ തൻ്റെ ജന്മദോഷം പേറിക്കൊണ്ട് നടന്നു. ഇവളുടെ അച്ഛന് വലിയ ഒരു കടയാണ്. ആ കടയിൽ അച്ഛനില്ലാത്ത സമയത്തൊക്കെ ഈ അശ്വതിയാണ് പോയി ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ കടയിൽ വരുന്ന സെയിൽസ്മാൻ വന്നപ്പോൾ ചോദിച്ചു, കുട്ടി, അച്ഛൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, അച്ഛൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ സാധനം കഴിഞ്ഞ ആഴ്ചയിൽ ഡെലിവറി ചെയ്തതിൻ്റെ പണം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, അതിനെന്താ, ഒരു കുഴപ്പവുമില്ല, ഞാൻ തരാമല്ലോ. അവൾ കണക്ക് ബുക്കെടുത്ത് നോക്കിയപ്പോൾ അവർക്ക് കൊടുക്കുവാനുള്ള പണത്തിൻ്റെ കണക്ക് അച്ഛൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അച്ഛനോട് പോലും ചോദിക്കാതെ പണം എടുത്ത് അയാൾക്ക് നൽകി. അപ്പോൾ അയാൾ വെറുതെ ചോദിച്ചു, എവിടെയാണ് വിവാഹം ചെയ്ത് വിട്ടത്? ഇതുവരെ വിവാഹമൊന്നും നടന്നില്ലേ? പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഇല്ല, എനിക്ക് ചൊവ്വാദോഷമുള്ളത് കൊണ്ട് എന്നെ വിവാഹം ചെയ്തയക്കാതെ കഴിയുന്നില്ല. എൻ്റെ അനുജത്തിമാർ 3 പേരുമുണ്ട്, അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവളോട് പറഞ്ഞു,
വിരോധമില്ല എങ്കിൽ ഫോൺ നമ്പർ തന്നാൽ എൻ്റെ വീടിനടുത്ത് ചൊവ്വാദോഷമുള്ള ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ ആളിനെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ വിളിച്ചു പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ്റെ ഫോൺ നമ്പർ താങ്കൾക്കറിയാമല്ലോ, അതിൽ വിളിച്ചു പറഞ്ഞാൽ. അവൾക്ക് തോന്നി, ഒരു ചൊവ്വാദോഷക്കാരൻ എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ എനിക്കും ഭർത്തൃമതിയായി കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കാമല്ലോ. അവൾക്ക് അധികം പ്രായമായിട്ടില്ലായിരുന്നു. ആ സമയത്ത് വയസ്സ് വെറും 40 വയസ്സായിരുന്നു അശ്വതിയുടെ പ്രായം. ഈ ചെറുപ്പക്കാരൻ സെയിൽസ്മാൻ അവളുടെ നമ്പരുമായി പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളെ വിളിച്ച് ഇതുപോലെ ഒരു പയ്യനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം, അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ വരട്ടെ. നിങ്ങളുടെ മനസ്സിലിരിപ്പും നിങ്ങൾ എങ്ങനെയുള്ള ഭർത്താവിനെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും നിങ്ങളുടെ കാഴ്ചപ്പാടുമൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതേപ്പറ്റി അച്ഛനോട് പിന്നീട് സംസാരിക്കാം. അശ്വതിക്ക് അങ്ങനെ പ്രത്യേക ഒരു ഭർത്താവിനെ പറ്റി കാഴ്ചപ്പാടുകളൊന്നുമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും തൻ്റെ കല്യാണം കഴിഞ്ഞാൽ മാത്രം മതി എന്നായിരുന്നു അവളുടെ മനസ്സിൽ. ആ ചെറുപ്പക്കാരൻ അവൾക്ക് ഫോൺ ചെയ്ത് നിരന്തരം അവളുമായി അയാൾ മനസ്സുകൊണ്ട് അടുത്തു. അശ്വതിക്കും ആ മനുഷ്യനോട് ഇഷ്ടം തോന്നി. അവൾ വല്ല കടയിൽ വരാൻ ഒരിക്കലും താല്പര്യം കാണിക്കാത്ത അയാൾ വരുന്ന ദിവസങ്ങളിൽ കടയിൽ വരികയും അച്ഛനെ സഹായിക്കുകയും ഈ ചെറുപ്പക്കാരനെ കാണുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് രഞ്ജിത്ത് എന്നായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവൾക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അശ്വതി, ഞാനൊരു കാര്യം പറഞ്ഞാൽ അശ്വതി കേൾക്കുമോ? എന്താണ് എന്ന് അവൾ ചോദിച്ചു. അവൻ പറഞ്ഞു, നമ്മുടെ വിവാഹം നടത്തുവാൻ ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾക്ക് പരിഹാരമായി ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം, അത് അനുസരിക്കാമോ? അവൾ ചോദിച്ചു, എന്താണ്? നീ എന്നോടൊപ്പം ഇറങ്ങി വരിക, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, നിനക്കൊരു കുഴപ്പവും ഉണ്ടാകാതെ നിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ആ വാഗ്ദാനം അവൾക്ക് നിരസിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം അശ്വതിയെ നാട്ടിൽ നിന്നും കാണാതായി. അതൊരു വലിയ വാർത്തയായിരുന്നു. അശ്വതിയെ കാണുവാനില്ല. അശ്വതി മരിച്ചതാണോ, ഇറങ്ങിപ്പോയതാണോ, എന്ത് സംഭവിച്ചു ആർക്കും അറിഞ്ഞില്ല. അശ്വതി ഈ രഞ്ജിത്തിന്റെ വീട്ടിലേക്കാണ് എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് അശ്വതിക്ക് സർവ്വതും തല കീഴ്മേൽ മറിയുന്നതായിട്ട് തോന്നിയത്. രഞ്ജിത്ത് എന്ന കള്ളപ്പേരിൽ തന്നെ വിളിച്ചുകൊണ്ട് പോയ ആൾ ഒരു തനി ക്രിസ്ത്യാനിയായിരുന്നു. അവന്റെ പേര് ജോൺസൺ എന്നായിരുന്നു. അശ്വതിക്ക് അതൊരു വലിയ ഷോക്കായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നീ വിഷമിക്കണ്ട, നിനക്ക് നിന്റെ ദൈവത്തെ ഈ വീട്ടിനുള്ളിൽ വെച്ച് ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യാം, എനിക്ക് ഒരു എതിർപ്പുമില്ല. കാരണം ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചെന്നേ ഉള്ളൂ. ഞാൻ ആചാരങ്ങളിലും മാമൂലുകളിലും ഒന്നും കണക്ക് കൂട്ടുന്നവനല്ല, അങ്ങനെ ജീവിക്കുന്നവനുമല്ല. നീ എൻ്റെ ഭാര്യയായി നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്കിവിടെ ജീവിക്കാം, ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. ക്രമേണ അവളുടെ മനസ്സ് ശാന്തമായി. അവൾ അവനിലേക്ക് കൂടുതൽ അടുത്തു. അങ്ങനെ ജീവിച്ചിരിക്കെ ഒരു ദിവസം, അപ്പോഴേക്കും മാസങ്ങൾ 3-4 കഴിഞ്ഞു പോയിരുന്നു. ഒരു ദിവസം അവൾ അവളുടെ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, എൻ്റെ വിവാഹം കഴിഞ്ഞു, അമ്മ എന്നെ ശപിക്കരുത്. ആ അമ്മയ്ക്ക് അത് വലിയ ഒരു ദുഃഖവാർത്തയായിട്ടാണ് തോന്നിയത്. കാരണം വിവാഹം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ചൊവ്വാദോഷമുള്ള തൻ്റെ മകൾ വിവാഹം കഴിച്ചിരിക്കുന്നു. അത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ സ്ഥലപ്പേര് പറഞ്ഞു. അമ്മയും അച്ഛനും എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു.
ആദ്യമൊക്കെ ഇറങ്ങിപ്പോയ മകളോട് ദേഷ്യം തോന്നിയെങ്കിലും ഒരു ദിവസം ഈ അച്ഛനും അമ്മയും മകളുടെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച അവരെയും സ്തംഭിപ്പിച്ച് കളഞ്ഞു. അവരുടെ വീടിൻ്റെ ഡ്രോയിങ് റൂമിൽ ശിവഭഗവാന്റെയും യേശുക്രിസ്തുവിൻ്റെയും പടം ഒന്നിച്ച് ഇരിക്കുന്നു. അപ്പോഴാണ് അവർക്കും മനസ്സിലായത് തൻ്റെ മകൾ വിവാഹം കഴിച്ചിരിക്കുന്നത് മറ്റൊരു കാസ്റ്റിൽപ്പെട്ട ആളുമായിട്ടാണെന്ന്. അവർക്ക് വളരെ വിഷമം തോന്നിയെങ്കിലും മകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എൻ്റെ ജീവിതം. അപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ മകളുടെ ചൊവ്വാദോഷത്തിൻ്റെ തിക്തഫലങ്ങൾ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചായിരുന്നു. കാരണം ജാതകപ്രകാരം ഇവളുടെ ഭർത്താവ് അകാല മൃത്യു ആവും, എൻ്റെ മകൾ വിധവയാകും. ഇതെല്ലാം അവരെ വേദനിപ്പിച്ചു. എന്നാൽ അവരുടെ വിശ്വാസങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് അശ്വതിക്ക് 2 മക്കൾ ഉണ്ടായി. മൂത്തത് മകൾ, രണ്ടാമത്തത് മകൻ. ജോൺസൺ തനിക്ക് ഉണ്ടായിരുന്ന ഈ സെയിൽസ്മാൻ ജോലി കളഞ്ഞിട്ട് തൻ്റെ ഭാര്യയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് അയാൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് അടിവെച്ച് ഉയർച്ചയിലേക്കായിരുന്നു പോയത്. ഇതിനിടയിൽ ശുദ്ധ ജാതകം നോക്കി വിവാഹം കഴിപ്പിച്ചയച്ച വൃന്ദയുടെ ഭർത്താവ് അകാല മൃത്യു. അശ്വതി തന്റെ മകളെ വിവാഹം ചെയ്തയച്ചു. ഇന്ന് അശ്വതി ഒരു മുത്തശ്ശിയാണ്. മകൾക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു. അശ്വതിയുടെ മകൻ അച്ഛനോടൊപ്പം അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, സ്വന്തം സ്ഥാപനത്തിൽ. അശ്വതിയുടെ പ്രായം ഇന്ന് 65 വയസ്സാണ്. അശ്വതിയുടെ ഭർത്താവ് ജോൺസന്റെ പ്രായം 70 അവരാരും അയാൾക്കിന്നും അകാല മൃത്യു സംഭവിച്ചില്ല. അവരുടെ മക്കൾക്കും സംഭവിച്ചില്ല. അവർ ഐശ്വര്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കുന്നു. ഈ കഥ ഇവിടെ ഞാൻ പറയുവാനുള്ള കാരണം, നമ്മുടെ ഒരുപാട് പെൺകുട്ടികൾ ഇന്നും ചൊവ്വാദോഷത്തിന്റെ പേരിൽ വീട്ടിനുള്ളിൽ തളയ്ക്കപ്പെട്ട് വിഷമത്തോടെ മനസ്സ് കരിഞ്ഞ് ജീവിക്കുന്നുണ്ട്. ഇത് നമുക്ക്, ഈ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുകയല്ലേ? ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അശ്വതിയുടെ കഥ പറഞ്ഞത്. ഈ കഥ ഞാൻ കെട്ടിച്ചമച്ചതല്ല, ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് വിശ്വാസമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനോട് പ്രതികരിക്കാം. നിങ്ങൾക്ക് ഇതിനോട് പ്രതികരിക്കാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ നമസ്കാരം.